എനിക്ക് ഇതുവരെ ആരെടുത്തും പറയാത്തൊരു ഇഷ്ടമുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതലേ പൂച്ചകളോടുള്ള ഇഷ്ടം. ഞാൻ നഴ്സറി ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു പൂച്ചേനെ കിട്ടുന്നത്. അത് ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. അതിനെ കൊണ്ട് വീട്ടിലേക്ക് പോയി, അതിനെ വളർത്തി. പിന്നീട് വീട്ടിൽ ഒരുപാട് പൂച്ചകളായി. അങ്ങനെ ഞാൻ വളരുന്നതിൻ്റെ ഒപ്പം പൂച്ചകളോടുള്ള എൻ്റെ ഇഷ്ടവും വളർന്നുകൊണ്ടിരുന്നു. ഇന്നും വഴിയിലൊരു പൂച്ചേനെ കണ്ടാൽ ഞാൻ സംസാരിക്കാതെ പോവില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് പൂച്ചകളെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആർട്ട് വർക്കിലും നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള ഇഷ്ടത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് പൂച്ചേനെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് ഡ്രോയിങ്സും പെയിൻറ്റിങ്സും പൂച്ചകളെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. പെബിൾ പെയിൻറ്റിങ്. സാധാരണ പേപ്പറിലും ക്യാൻവാസിലൊക്കെ വരച്ചിരുന്ന് ഞാൻ ഒരു വെറൈറ്റി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെബിൾ പെയിൻറ്റിങ് ആദ്യമായിട്ട് ചെയ്തത്. അതും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പൂച്ചകളുടെ പടം തന്നെയാണ് ചെയ്തത്. ഇതിൻ്റെ ഐഡിയ കിട്ടുന്നത് പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പിൽ കുറേ പിക്ചേഴ്സ് കണ്ടപ്പോഴാണ്. അപ്പോൾ ഇതുപോലെ പെബിൾസ് കളക്ട് ചെയ്ത് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചു. വരച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ പൂച്ചകളെ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അങ്ങനെ ഒരുപാട് പെബിൾ പെയിൻറ്റിങ്സ് സെയിൽ ചെയ്യാനായിട്ട് സാധിച്ചു. കൊച്ചിയിൽ എക്സിബിഷൻസ് ഉണ്ടാകുമ്പോൾ പെബിൾ പെയിൻറ്റിങ്സ് സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി പെബിളിൽ അക്രിലിക് പെയിൻറ് വെച്ചിട്ടാണ് നമ്മൾ പെയിൻറ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ പെയിൻറ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൃഗത്തിൻ്റെ ചിത്രം ഇതുപോലെ പെബിളിൽ 3D പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇത് ഭയങ്കര ഡ്യൂറബിൾ ആണ്. ഇതിൽ നമ്മൾ സ്ക്രാച്ച് ചെയ്താലൊന്നും ഇതിൻ്റെ പെയിൻ്റൊന്നും പൊളിഞ്ഞു പോവില്ല. അപ്പോൾ അത്രയ്ക്ക് ഡ്യൂറബിളാണ് ഈ സംഭവം. അപ്പോൾ നിങ്ങൾ പേപ്പറിലും ക്യാൻവാസിലും പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലുള്ള വസ്തുക്കളിൽ പെയിൻറ്റിങ് ചെയ്ത് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് ബോട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ അറിയാം. അതുപോലെ തന്നെ പെൻസിലിൻ്റെ മോനെ ചെത്തിക്കളഞ്ഞ് അതിൽ നെയിം എഴുതി കൊടുക്കുന്ന ആർട്ടിസ്റ്റുകൾ അറിയാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന ഐഡിയാസാണ്. ഈ വരുന്ന 22-ാം തീയതി ശനിയാഴ്ച നമ്മുടെ ആർട്ട് സ്കൂളിൽ വെച്ചിട്ട് പെബിൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക്ഷോപ്പ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, വർക്ക്ഷോപ്പിന് പങ്കെടുക്കുക. കാക്കനാട് കൊച്ചിയിലുള്ള എൻ്റെ ആർട്ട് സ്കൂളിൽ വെച്ചിട്ടായിരിക്കും വർക്ക്ഷോപ്പ്. രാവിലെ 10 മണി മുതൽ 1 മണി വരെ ആയിരിക്കും ഈ പെബിൾ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൻ്റെ ടൈം. വർക്ക്ഷോപ്പിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. നിങ്ങളും ഇതുപോലെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് നിങ്ങളുടെ ആർട്ട് വ്യാപിക്കട്ടെ. എല്ലാവരും അടിപൊളിയായിട്ട് വരയ്ക്കട്ടെ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.